പ്രൈസ് ദ ലോർഡ്. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് പ്രാർത്ഥനാ ദിവസമാണ് കേട്ടോ. നമ്മളുടെ മക്കളുടെ ഇന്നലെ വരെ ശരിക്കും ഒരു യുദ്ധമായിരുന്നു. നല്ലൊരു മക്കൾ കേട്ടോ, ശരിക്കും നല്ല തേൻ പോലത്തെ സ്വഭാവമുള്ള നല്ല കുഞ്ഞുങ്ങളായിരുന്നു, വിദ്യാർത്ഥിനികളായിരുന്നു. നമ്മുടെ ഇത്തവണത്തെ എല്ലാ തവണത്തെയും ആർമി ഓഫ് ജീസസിലെ നല്ല കുട്ടികളാണ്. ഇത്തവണത്തെ വളരെ നല്ല കുട്ടികളാണ്. അവർ അച്ഛനോട് പറഞ്ഞു, ഞങ്ങൾ ഈ വീഡിയോ കണ്ട് ഞങ്ങൾ കുറേ പേർക്ക് അയച്ചു കൊടുക്കുന്നുണ്ട് അച്ഛാ എന്നൊക്കെ അവർ അത് മീൻസ് അവരുടെ ഉള്ളിലുള്ള ആ ഒരു ആഗ്രഹമൊക്കെ അവർ പിന്നെ കുറേ പേര് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ എല്ലാ ആഴ്ചയും കുമ്പസാരിക്കും വെച്ചാൽ, പിന്നെ അതുപോലെ തന്നെ എല്ലാ ദിവസവും ബലിയർപ്പണത്തിൽ പങ്കെടുക്കും, ഞങ്ങൾ മാതാപിതാക്കളെ സ്നേഹിക്കും. അതായത് അവർക്ക് സ്നേഹമൊക്കെ ഉള്ളിലുണ്ടെങ്കിലും അവർ കുറേ പേര് പറഞ്ഞു, ഞങ്ങൾ ഇനി ശരിക്കും ഞങ്ങൾ അവരോട് വാക്കാലും പ്രവൃത്തിയിലൊക്കെ ഞങ്ങൾ അവരാൽ കഴിയുന്ന രീതിയിലൊക്കെ ഞങ്ങളുടെ സ്നേഹം ഞങ്ങൾ പ്രകടിപ്പിക്കാൻ പരിശ്രമിക്കുന്നൊക്കെ പറഞ്ഞിട്ടൊക്കെയുണ്ട്. നിങ്ങളിനി അതൊക്കെ പ്രാവർത്തികമാക്കാനായിട്ട് അവർക്ക് വേണ്ടി കൂടി പ്രാർത്ഥിക്കണം. അതൊക്കെ അവർ പറഞ്ഞില്ലേ സഹോദരങ്ങൾ, അതെന്നെ വലിയ കാര്യം കേട്ടോ. പിന്നെ ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് റോമ 10:11 അവിടെ വചനം പറയാണ്, അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും ലജ്ജിക്കേണ്ടി വരികയില്ല എന്നാണല്ലോ വിശുദ്ധ ഗ്രന്ഥം പറയുന്നത്. അതായത് അവനവനും പറയണതല്ല, വിശുദ്ധ ഗ്രന്ഥം, വിശുദ്ധ ബൈബിൾ പറയുന്നത്. അവനിൽ വിശ്വസിക്കുന്ന, ആരിൽ വിശ്വസിക്കുന്ന, യേശുവിൽ വിശ്വസിക്കുന്ന ഒരുവനും ലജ്ജിക്കേണ്ടി വരികയില്ല. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒറ്റ കാര്യം പറഞ്ഞിട്ടുള്ളൂ, മോളെ യേശുവിൽ വിശ്വസിച്ചോ, നിൻ്റെ ജീവിതം സേഫാണ്. യേശുവിൽ വിശ്വസിച്ചു, അത് ഭൗതികമായിട്ട് മാത്രമൊന്നുമല്ല, എല്ലാ മേഖലയിലും സുരക്ഷിതമാണ്. അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും ലജ്ജിക്കേണ്ടി വരികയില്ല എന്നാണല്ലോ വിശുദ്ധ ഗ്രന്ഥം ബൈബിള് പറയുന്നത്. കർത്താവേ, ഈ വചനത്തിൻ്റെ ഉൾപ്പൊരുൾ കർത്താവ് ഇത് കേൾക്കുന്ന ഞങ്ങൾ ഓരോരുത്തരുടെ ജീവിതത്തിലും അഭിഷേകമായി, അനുഗ്രഹമായി തീരട്ടെ. പ്രത്യേകിച്ച് ഇന്ന് യേശുവിൽ വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിൽ ഞങ്ങൾ ഈശോയിൽ നിന്നൊക്കെ അകന്നു പോയിട്ടുണ്ടെങ്കിൽ കർത്താവെ തിരിച്ചു വരാൻ വേണ്ട വഴികൾ തുറക്കണമേ. പ്രത്യേകിച്ച് നമുക്ക് ഈ വരുന്ന വ്യാഴാഴ്ച തുടങ്ങി മുതിർന്നവരുടെ ധ്യാനമാണ്, ആന്തരിക സൗഖ്യ ധ്യാനമാണ്. കർത്താവെ, തകർന്ന ഏതെങ്കിലുമൊക്കെ മക്കളുണ്ടെങ്കിൽ ആ ശുശ്രൂഷയിൽ വ്യാഴാഴ്ച മുതൽ ആരംഭിക്കുന്ന താമസ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നത് വഴി വലിയ വിടുതലിൻ്റെ അനുഭവം സ്വന്തമാക്കാനായിട്ട് ആ മക്കളെ അങ്ങ് അഭിഷേകം ചെയ്യണമേ, കൂട്ടിക്കൊണ്ടുവരണമേ. രക്ഷിതാവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇപ്പോഴും എന്നേക്കും ആമേൻ.